ഹായ് ഗൈസ്, നമുക്കിന്ന് ചീസി ചിക്കൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളതിൽ കുറച്ച് മഷ്റൂം എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ബൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഷ്റൂം, ഗാർലിക്, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് നമ്മൾ എടുത്തത്. അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ തേച്ചിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യണം. അതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പാനിൽ ബട്ടർ ഇടാം. ബട്ടറെല്ലാം മെൽട്ടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഒരു ഗോൾഡൻ കളറാവുന്ന ടൈമിൽ അത് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കണം കേട്ടോ. ഇനിയാണ് നമുക്ക് ബാക്കി പരിപാടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ബട്ടറിൽ നന്നായി റോസ്റ്റ് ചെയ്യണം. അത് ചെറുതായി ഒന്ന് ഷെയ്ഡ് മാറുന്ന സമയത്ത് മഷ്റൂമും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നന്നായി റോസ്റ്റ് ചെയ്യണം. അതൊന്ന് റോസ്റ്റായി വരുമ്പം നമ്മളതിൽ ആവശ്യത്തിന് പാലൊഴിക്കണം. ഈ മൈദ ഇടുന്നത് അതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലൊഴിക്കുക, പിന്നെയും ഇങ്ങനെ ഇളക്കുക, പിന്നെയും കുറച്ച് പാലൊഴിക്കുക, പിന്നെയും ഇങ്ങനെ ഇളക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ടെക്സ്ചർ എക്സാക്റ്റ് ആവുന്ന ആ ടൈം. ആ സമയമാകുമ്പോൾ നമ്മൾ നിർത്താം. പിന്നെ അതിലോട്ട് നമ്മൾ 1 ക്യൂബ് ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഇളക്കുക. നമ്മുടെ പാഴ്സ്ലി, ഒറിഗാനോ, പെപ്പർ പൗഡർ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആ ഒരു പരിവാക്കി എടുക്കുമ്പോഴേക്കും നമുക്കതിലോട്ട് ചിക്കൻ ഇടാം. ഇനി നമ്മൾ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. സിമ്പിളാണ്, ഈസിയാണ് ആൻഡ് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം ഞാൻ കഴിച്ച് നോക്കട്ടെ. ഞാൻ അത്ര വലിയ ടേസ്റ്ററൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.